മക്കളെ, NIS സ്റ്റഡീസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ എടുക്കുന്ന ക്ലാസ് മലയാളത്തിൻ്റെ ലാസ്റ്റ് പാഠഭാഗങ്ങളാണ്. എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ലാസ്റ്റ് പാഠഭാഗമാണ് 26 കലയും കാലവും. MB പോൾ എഴുതിയ ഒരു മഹാകാവ്യ അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് കാലവും അതുപോലെ തന്നെ കലയും തമ്മിൽ എന്നതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സംഗ്രഹത്തിലേക്ക് പോകാം. മലയാളത്തിൽ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നതിൽ മഹത്തായ പങ്ക് വഹിച്ച എഴുത്തുകാരനാണ് MB പോൾ. ഒരു സാഹിത്യ വിമർശകൻ എന്ന നിലയിൽ ഏറെ ശ്രദ്ധേയനായിരുന്നു. കലയും കാലവും തമ്മിലുള്ള ബന്ധത്തെ, അഥവാ കല എത്രത്തോളം കാലത്തിന് പ്രശസ്തി നൽകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ കലയ്ക്ക് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ബന്ധത്തെ ചരിത്രപരമായ തെളിവുകളിലൂടെ വിശദീകരിക്കുന്ന ഒരു ലേഖനമായിട്ടാണ് MB പോൾ കലയും കാലവും അവതരിപ്പിക്കുന്നത്. അപ്പം നമുക്ക് ആ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം. ഒരു കലാകാരനെ സംവിധാനം ചെയ്തെടുക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഒരു കലാകാരന് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണ് എന്നതാണ് ക്വസ്റ്റ്യന്. പല ഘടകങ്ങളുടെ ചേർച്ചയിൽ നിന്നാണ് ഒരു കലാകാരൻ ജന്മമെടുക്കുന്നത്. ജന്മനാ ലഭിക്കുന്ന വാസനാഗുണം, നിരന്തരമായ അഭ്യാസം, സമൂഹത്തിൽ നിന്ന് നേടിയെടുക്കുന്ന ആശയങ്ങളും ആദർശങ്ങളും, ചുറ്റും കാണുന്ന വ്യത്യസ്തവും കൗതുകകരവുമായ ജീവിതം പകർന്നു കൊടുക്കുന്ന സന്ദേശങ്ങൾ എന്നിവയെല്ലാം ഒരു കലാകാരൻ്റെ സൃഷ്ടിക്ക് കാരണമാകാം. ഇനി അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, ഗ്രീസിൻ്റെ സർവ്വവിധ വളർച്ചയ്ക്കും തുടക്കമിട്ട ചരിത്ര സംഭവം ഏതായിരുന്നു? അപ്പോൾ ഗ്രീസ് കേട്ടോ. അപ്പോൾ പേർഷ്യൻ ചക്രവർത്തിയായ ദാരിയോയുടെ കാലത്താണ് ക്രിസ്തുവിന് മുമ്പ് 490 പേർഷ്യൻ സൈന്യം ഗ്രീക്കിനെ ആക്രമിച്ചത്. ആദ്യ മുന്നേറ്റത്തിൽ പേർഷ്യൻ സൈന്യം പല സിറ്റി സ്റ്റേറ്റുകളും കൈയടക്കിയെങ്കിലും ആഥൻസിലെ ധീരസേനാനികൾ മാരത്തോൺ യുദ്ധഭൂമിയിൽ വെച്ച് ശത്രു സൈന്യത്തെ തോൽപ്പിച്ചു. ഈ യുദ്ധവിജയത്തിനു ശേഷമാണ് ഗ്രീസിൻ്റെ സുവർണകാലം ആരംഭിക്കുന്നത്. അപ്പോൾ ഗ്രീസിൻ്റെ സുവർണകാലത്തിന് കാരണമായത് എന്തൊക്കെയാണെന്നതാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കലാകാരനെ നാം ഇന്നും അനുഗ്രഹീത പുരുഷന്മാരെന്നോ അമാനുഷ്യ പ്രഭാവന്മാരെന്നും വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? കല, അഥവാ കല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ലഭിക്കുന്ന ഒന്നല്ല അല്ലേ? അഥവാ ഒരു പ്രത്യേക രീതിയിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും കൂടുതൽ വളർച്ചയാണ് ഒരു കലാകാരനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കലാകാരനെ രൂപപ്പെടുത്തുന്നത് പല ഘടകങ്ങളാണ്. ജന്മസിദ്ധി, നിരന്തരമായ പഠനവും അഭ്യാസവും, മുൻകാലത്തെ മഹാന്മാരായ കലാകാരന്മാരുടെ സ്വാധീനം, സമൂഹത്തിൽ നിന്ന് ഉൾക്കൊണ്ടേണ്ട ആശയങ്ങളും ആദർശങ്ങളും എല്ലാം ഉൾക്കൊള്ളുമ്പോഴാണ് ഒരു കലാകാരൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ നിരവധി കാര്യങ്ങളുള്ള വ്യക്തിയായിരിക്കും അല്ലേ? അപ്പോൾ ഇതിൽ ഒരു ഘടകം പ്രധാനമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുപോലെ ഒരു കലാകാരൻ്റെ സിദ്ധികളുടെ കാരണമെന്തെന്ന് കണ്ടെത്താനും പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് കലാകാരന്മാരെ അനുഗ്രഹീത പുരുഷന്മാരെന്നും അമാനുഷ്യ പ്രഭാവന്മാരെന്നോ നാം ഇപ്പോഴും വിളിക്കുന്നത്. അപ്പോൾ കലാകാരന്മാരെ കഴിവിൻ്റെ ആഴത്തെക്കുറിച്ച് നമുക്ക് ആർക്കും സംഗ്രഹിക്കാൻ പറ്റില്ല എന്നതാണ് ഇവിടെ MB പോൾ വിവരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിൽ നമുക്ക് വരുന്നില്ല കേട്ടോ. അപ്പോൾ പ്രാചീന ഗ്രീസിൻ്റെയും റോമാ സാമ്രാജ്യത്തിൻ്റെയും ചരിത്ര മഹത്വത്തെക്കുറിച്ച് ഒരു ഉപന്യാസം തയ്യാറാക്കുക. അപ്പോൾ റോമാ സാമ്രാജ്യത്തിൻ്റെ പ്രാചീന ഗ്രീസും തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ടായിരുന്നു എന്നതാണ് ഏതിലൂടെ പരാമർശിക്കുന്നത്? ഈ ചരിത്ര ഗ്രന്ഥത്തിലൂടെ നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ നോക്കാം. അപ്പോൾ എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് പറയാണ്. കലയും കാലവും തമ്മിലുള്ള ബന്ധത്തിന് ഏറ്റവും വലിയ തെളിവാണ് പ്രാചീന ഗ്രീസിൻ്റെ വളർച്ച. പേർഷ്യൻ സൈന്യത്തിനുണ്ടായ വമ്പൻ യുദ്ധത്തിൽ ജയിച്ചതോടെ ഗ്രീസിൽ അഭിവൃദ്ധിയുടെ യുഗം ആരംഭിച്ചു. പെരിക്ലിയസ് എന്ന ധീരനായ രാഷ്ട്രനായകൻ്റെ നേതൃത്വത്തിലാണ് ഗ്രീസിനെ വലിയ മുന്നേറ്റങ്ങൾക്ക് കാരണമാക്കിയത്. അപ്പോൾ ഗ്രീസിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയ നേതാവ് അല്ലെങ്കിൽ അവിടുത്തെ രാജാവിനെ പെരിക്ലിയസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പരാമർശിക്കുന്നത് കേട്ടോ. സമ്പൽ സമൃദ്ധി വളർന്നതോടെ കലയും വിജ്ഞാന ശാഖകളും തഴച്ചു വളർന്നു. നാടകരംഗത്തെ സോഫോക്ലീസ്
ഈസ്കിലസ്, യൂറിപ്പിഡിസ് തുടങ്ങിയ മഹാന്മാർ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചു. അപ്പോളോ ദേവന്റെയും അഥീന ദേവിയുടെയും മഹാക്ഷേത്രങ്ങൾ അപൂർവ ശില്പകലാ മാതൃകകളായി മാറി. ഏഥൻസ് നഗരത്തിൻ്റെ അഥവാ ഗ്രീസിലെ ഒരു പ്രധാന നഗരമാണ് ഏഥൻസ്. നഗരത്തിൻ്റെ അഭിമാനമായിരുന്നു പാർത്തിയാനിയൻ ക്ഷേത്രത്തിൻ്റെ ശില്പി ഫിഡിയസ് ആയിരുന്നു. ഫിഡിയാസ് സ്വർണത്തിലും ആനക്കൊമ്പിലും കൊത്തിവെച്ച വിദ്യദേവതയായ അഥീനയുടെ ശില്പങ്ങൾ ലോകപ്രസിദ്ധങ്ങളാണ്. അങ്ങനെ ഗ്രീസിൽ സമ്പന്നവും സമൃദ്ധിയും നിലനിന്നത് കൊണ്ടാണ് കലയും വിജ്ഞാനവും ശക്തമായ വേരോട്ടം ഉണ്ടായത് എന്നതാണ് ഇവിടെ നമ്മുടെ MP പോൾ വിവരിക്കുന്നത് കേട്ടോ. അതിൽ ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ഇടാൻ മറന്നിട്ടുണ്ട് മക്കളെ. അപ്പോൾ ആ ക്വസ്റ്റ്യന് ഒന്ന് ടീച്ചർ നിങ്ങളൊന്ന് ആഡ് ചെയ്ത് എഴുതി വെക്കുക. ആ ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ടീച്ചർ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കലയും കാലവും തമ്മിലുള്ള അനുസൃത ബന്ധത്തിന് ആസ്പദമായ നിയമം എന്താണ്? അതാണ് ക്വസ്റ്റ്യൻ. ഭൂമിയിൽ പച്ചപ്പുണ്ടാകാൻ മഴ ഉണ്ടായാലേ കഴിയൂ. അതുപോലെ നല്ല കലാസൃഷ്ടികൾ ഉണ്ടാകാൻ സമൂഹത്തിൽ അനുകൂലമായ അന്തരീക്ഷം രൂപപ്പെടണം. കാലം അനുകൂലമായാലേ കലകൾക്കും അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ. ഒരു നാട്ടിൽ ക്ഷേമവും ഐശ്വര്യവും ഉണ്ടെങ്കിൽ, ജനങ്ങൾ ഭയരഹിതരായി ആഹ്ലാദത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ, സത്യം, നീതി, ധർമ്മം എന്നീ നല്ല മൂല്യങ്ങൾ പുലരുന്നുണ്ടെങ്കിൽ ആ ജനത നല്ല കാലത്തിലൂടെ കടന്നു പോകുന്നുവെന്ന് പറയാം. അഭിവൃദ്ധിയുടെയും ആഹ്ലാദവും അനുഭവിക്കുന്ന സമൂഹം സുഖിച്ചു ജീവിക്കുക എന്നു മാത്രമല്ല, അവരുടെ മനസ്സിലെ വെളിച്ചം അവരുടെ സർഗാത്മകതയെ ഉണർത്താൻ കാരണമാവുകയും ചെയ്യും. അങ്ങനെയുള്ളവരിൽ നിന്ന് ഉത്കൃഷ്ടുക്കളായ സാഹിത്യകൃതികളോ മഹത്തരമായ മറ്റു കലാരൂപങ്ങളും ജന്മമെടുക്കും. ദാരിദ്ര്യം, യുദ്ധം, അടിമത്തം തുടങ്ങിയ ദൗർഭാഗ്യങ്ങൾ സമൂഹ ജീവിതം ദുരിതമാക്കും. അത്തരം മോശമായ ജീവിത സാഹചര്യത്തിൽ നിന്ന് ഉത്കൃഷ്ടമായ രചനകൾ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് കലയും കാലവും തമ്മിൽ അഭിഭേദ്യമായ അഥവാ കലയുടെ വളർച്ചയ്ക്ക് കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ എന്ത് വേണം? സമൃദ്ധിയുടെ ഒരു കാലഘട്ടം വേണം എന്നതാണ് ഇവിടെ MP പോൾ വിവരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കതിൽ പറയാനുള്ളത് പ്രാചീന ഗ്രീസിൻ്റെയും റോമാ സാമ്രാജ്യത്തെയും ചരിത്ര മഹാത്മ്യത്തെക്കുറിച്ച് ഒരു ഉപന്യാസം തയ്യാറാക്കാനാണ്. അതും നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ മക്കളെ ടീച്ചർ ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. അപ്പോൾ ആ 2 ക്വസ്റ്റ്യനും നിങ്ങൾ ആഡ് ചെയ്യുക കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യന് കലയും കാലവും തമ്മിലുള്ള അനുസൃത ബന്ധത്തിന് ആസ്പദമായ നിയമം, അതൊന്ന് ആഡ് ചെയ്യണം നിങ്ങൾ എഴുതിയിട്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു ഉപന്യാസമാണ് പ്രാചീന ഗ്രീസിൻ്റെയും റോമാ സാമ്രാജ്യത്തെയും ചരിത്ര മഹത്വത്തെക്കുറിച്ച് ഉപന്യാസം തയ്യാറാക്കാനാണ്. അപ്പോൾ ഗ്രീസ് വളരെ വലിയൊരു രാജ്യമായിരുന്നില്ല. അപ്പോൾ ഗ്രീക്കിലാണല്ലോ കല വളർന്നു വന്നത് അല്ലേ? ഗ്രീക്കിൽ ഏഥൻസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അനേകം കൊച്ചു രാജ്യങ്ങൾ ചേർന്നതായിരുന്നു പ്രാചീന ഗ്രീസ്. സിറ്റി സ്റ്റേറ്റുകൾ എന്നായിരുന്നു ഈ രാജ്യങ്ങൾ അറിയപ്പെട്ടിരുന്നത്. പരസ്പരം പോരാടിയോ യുദ്ധം ചെയ്തും കഴിഞ്ഞ ഈ രാജ്യങ്ങൾ ഒരു സാമ്രാജ്യ ശക്തിയായി ഉയർന്നു വന്നത് പേർഷ്യൻ സൈന്യവുമായുള്ള മഹായുദ്ധത്തിൻ്റെ കാലത്താണ്. ഏഥൻസ് അല്ലെങ്കിൽ ആഥൻസ് ധീരസേനാനികൾ മാരത്തോൺ യുദ്ധഭൂമിയിൽ വെച്ച് പേർഷ്യൻ സൈന്യത്തെ തോൽപ്പിച്ചതോടെയാണ് ഗ്രീസിൻ്റെ സുവർണകാലം ആരംഭിച്ചത്. അത് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്. അപ്പോൾ പെരിക്ലസ് എന്ന ഭരണാധികാരിയുടെ കീഴിലാണ് ഏഥൻസ് എന്തായത്? ശക്തമായൊരു സാമ്രാജ്യമായി മാറിയത് കേട്ടോ. അങ്ങനെ ഇദ്ദേഹത്തെ അഥവാ ധീരനും ആദർശവാനുമായിരുന്ന പെരിക്ലിയസ് കലാകാരന്മാരെയും ചിന്തകരെയും കവികളെയും ഏറെ പ്രോത്സാഹിപ്പിച്ചിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അദ്ദേഹം ഗ്രീക്ക് ജനത അദ്ദേഹത്തെ ആദരപൂർവ്വം സർവശക്തൻ എന്ന് വിശേഷിപ്പിച്ചത്. കൂടാതെ സോക്രട്ടീസ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ എന്നീ മഹാതത്വചിന്തകന്മാരോ ജീവിച്ചിരുന്ന കാലഘട്ടമായിരുന്നു ഇത് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ജീവിച്ചത് പ്രാചീന ഗ്രീസിലായിരുന്നു അല്ലേ. അങ്ങനെ സ്വതന്ത്ര ചിന്തയുടെ സന്ദേശമായിട്ടാണ് സോക്രട്ടീസ് അറിയപ്പെട്ടത് അല്ലേ. അപ്പോൾ അധികാരം ദുഷിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യേണ്ടതാണെന്ന് അദ്ദേഹം യുവാക്കളെ ഉദ്ബോധിപ്പിച്ചു. അങ്ങനെ പ്രാചീന ഗ്രീസിലെ ഏറ്റവും മഹാനായ ശില്പിയാണ് ഫിഡിയാസ്. അത് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്, ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുന്നു എന്നുള്ളൂ കേട്ടോ. പെരിക്ലിയസിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു ആരെ? ഫിഡിയാസ്. ആഥൻസിലെ മോടി പിടിപ്പിക്കാനുള്ള ചുമതല ഫിഡിയാസിനായിരുന്നു. അങ്ങനെ അഥീന ദേവിയുടെ ഒരു മനോഹരമായ 3 ലോഹ വിഗ്രഹങ്ങൾ ഇദ്ദേഹം നിർമ്മിച്ചു. ഒളിമ്പിക്സ് സ്ഥാപിച്ച ഇരിക്കുന്ന സിയോസ് ദേവനാണ് ഫിഡിയാസിൻ്റെ ഏറ്റവും മഹത്തായ കലാസൃഷ്ടി. അദ്ദേഹത്തിൻ്റെ ചിത്രകല ഗുരുവായിരുന്ന
പൊളിഗ്നോഡസ് മികച്ച ചിത്രകാരനായിരുന്നു. അങ്ങനെ അഗസ്റ്റസ് സീസർ എന്നാൽ റോമിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെട്ടത്, അല്ലെങ്കിൽ റോമിൽ ഏറ്റവും കൂടുതൽ കല വളർന്നു വന്നത് ബുദ്ധിമാനായ ഭരണാധികാരിയായിരുന്ന അഗസ്റ്റസ് ജൂലിയസ് സീസറിൻ്റെ കാലഘട്ടത്തിലായിരുന്നു കേട്ടോ. അദ്ദേഹം റോമൻ സാമ്രാജ്യത്തിൻ്റെ അതിർത്തികൾ വികസിപ്പിക്കുകയും ഇറ്റാലിയൻ ജനതയെ ഇഷ്ടപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് സാഹിത്യവും ശില്പനിർമ്മാണവും, മക്കളെ നിങ്ങൾ അവിടെ നിന്ന് ചെയ്യുക. അപ്പോൾ റോമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണകാരിയായിരുന്നു ജൂലിയസ് സീസർ. പിന്നീട് അഗസ്റ്റസ് സീസറിൻ്റെ ഭരണകാലമായിരുന്നു റോമ സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ സുവർണകാലം. ഭൗതികമായും സാംസ്കാരികമായും റോമ ഇക്കാലത്ത് അഭിവൃദ്ധിപ്പെട്ടു. നാടകശാലകളും വായനശാലകളും ധാരാളമായി ഉണ്ടായി. റോമൻ ചരിത്രത്തെ പ്രകീർത്തിപ്പെടുന്ന മികച്ച മഹാകാവ്യം രചിച്ച മഹാകവി വെർജിൻ, അഗസ്റ്റസിൻ്റെ സുഹൃത്തും കവിയുമായിരുന്ന ഹോറസ്, റോമിൻ്റെ പ്രണയഗായകനായി അറിയപ്പെടുന്ന ഓവിഡ് എന്നിവരുടെ ഉദയത്തിനു കാരണമായത് റോമൻ സമൂഹം കൈവരിച്ച രാഷ്ട്രീയവും സാമൂഹികവുമായ മുന്നേറ്റങ്ങളായിരുന്നു. അപ്പോൾ എത്രത്തോളം കലയ്ക്ക് പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ ഒരു കാലഘട്ടം എത്രത്തോളമാണ് കല വളർന്നു വരാൻ പ്രോത്സാഹിപ്പിച്ചത് എന്നതിനെക്കുറിച്ചോ, അങ്ങനെ ലോകത്ത് ഏറ്റവും കൂടുതൽ കല വളർന്നു വന്ന, അല്ലെങ്കിൽ നിരവധി കലാകാരന്മാർ വളർന്നു വന്ന രാജ്യങ്ങളായിട്ടാണ് പ്രാചീന ഗ്രീസിനെയും അതുപോലെ തന്നെ റോമ സാമ്രാജ്യത്തെയും ഇദ്ദേഹം വിശേഷിപ്പിക്കുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് എക്സാം ബേസ്ഡ് ആയിട്ട് മലയാളത്തിൽ എടുക്കാനുള്ളത് 2 ചാപ്റ്ററാണ്. ഒന്ന് കടങ്കഥയുടെ വ്യാകരണവും, ലാസ്റ്റ് വൺ സബർമതി ദൂരെയാണ്. അപ്പോൾ ഈ 2 ചാപ്റ്ററും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാം ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയി. അപ്പോൾ മക്കൾ എല്ലാ വീഡിയോസും അഥവാ എല്ലാ ചാപ്റ്റേഴ്സിനെയും വീഡിയോ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യമാണെങ്കിൽ കയറി കണ്ടു നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്സ്.